വേറെ രീതിയിലാക്കും. അതുകൊണ്ട് അത് വേണ്ട. അതായിരിക്കണം ഞാൻ പറയുന്നത്. എമ്പുരാൻ വന്നു കഴിഞ്ഞപ്പോഴത്തേക്ക് ഇങ്ങനെ ഒരു പ്രശ്നം തിരുവനന്തപുരത്തുണ്ടായി. അത് പിന്നെ റീസെൻസർ ചെയ്യേണ്ട രീതിയിലേക്ക് കാര്യങ്ങൾ വന്നു. അപ്പോഴായിരിക്കും കൂടുതൽ ജാഗ്രത തോന്നുന്നത് അവർക്ക്. അതുകൊണ്ടായിരിക്കണം ഇപ്പം ഇങ്ങനെയുള്ള പ്രശ്നം വന്നത്. എല്ലാം തുടക്കം അവിടെ നിന്നാണ്. അല്ല, അത് കോടതി എന്ന് പറയുന്നത് വലിയ അധികാരമുള്ളൊരു സ്ഥാപനമല്ലേ. കോടതി അതിൻ്റെ ന്യായമല്ലേ നോക്കുന്നത്. ഈ പേരിടാൻ പാടുണ്ടോ പാടില്ലേ എന്നുള്ളതല്ലേ കോടതി സ്ഥിതി. അപ്പോൾ കോടതിക്ക് ഇടപെടാം, 100% ഇടപെടാം, അതിന് വിധി വരികയും ചെയ്യും. എൻ്റെ ബലമായ ഒരു അഭിപ്രായം എന്ന് പറയുന്നത് കോടതി അതിന് അനുകൂലമായിട്ടൊരു വിധി ഉണ്ടാവുമെന്നൊക്കെയാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. എന്ന് പറയാനൊക്കില്ല. ജാഗ്രത ഉണ്ടാക്കി എന്ന് വേണമെങ്കിൽ പറയാം എമ്പുരാൻ. കാരണം എല്ലാവരും വളരെ ജാഗരൂകരായി. അങ്ങനെ പറയാനൊന്നും നോക്കില്ല. ഇപ്പം ഇങ്ങനെ വന്നു കഴിഞ്ഞപ്പോഴത്തേക്ക് എന്ത് വന്നാലും കോൺട്രവേഴ്സി വരുന്നു എന്ന് പറഞ്ഞപ്പോഴത്തേക്ക് അവർ കുറച്ചും കൂടെ ജാഗ്രത പുലർത്തി എന്നേ പറയാം. അങ്ങനെയൊന്നുമില്ല. ഇല്ല, ഇതിപ്പം എന്തായാലും അവർക്കൊക്കെ മനസ്സിലായിട്ടുണ്ട്, കാര്യങ്ങൾ മനസ്സിലായിട്ടുണ്ട്. അത് ഇപ്പം എന്തായാലും കോടതിയുടെ ഇപ്പം സബ് ജുഡീസ് ആയിരിക്കുന്ന സാധനത്തിൽ നമുക്ക് അഭിപ്രായം പറയാനൊക്കില്ല. എന്തായാലും കോടതി വരട്ടെ. കോടതിയിൽ വന്നിട്ട് എന്താണെന്ന് വെച്ചാൽ അത് ബുധനാഴ്ച കണ്ടാണ് കാണുന്നത്. കോടതി അദ്ദേഹം തീരുമാനിക്കട്ടെ. അല്ല, മിനിസ്റ്റർ നോക്കിയിട്ട് പറയാമെന്ന് പറഞ്ഞു. അല്ല, മിനിസ്റ്റർക്ക് ഒറ്റയടിക്ക് ഇപ്പോൾ പറയാനൊക്കില്ലല്ലോ. ഇതൊരു വളരെ സെൻസിറ്റീവായിട്ടുള്ള വിഷയമല്ലേ. നമ്മൾ കൊടുത്തോടനെ മിനിസ്റ്റർ ശരിയാക്കി തരാമെന്നൊന്നും അദ്ദേഹത്തിന് പറയാനൊക്കില്ല. അദ്ദേഹം ഞാനൊക്കെ ഏറ്റവും ബഹുമാനിക്കുന്ന, ഏറ്റവും ആരാധിക്കുന്നതായിട്ടുള്ളൊരു മിനിസ്റ്ററാണ് അദ്ദേഹം. വളരെ സെൻസിബിളായിട്ടുള്ളൊരു, നമ്മൾ ഇന്ത്യ കണ്ടിട്ടുള്ള ഏറ്റവും നല്ലൊരു മിനിസ്റ്റർമാരിൽ ഒരാളാണ് അദ്ദേഹം. എന്തായാലും അത് വളരെ നല്ല രീതിയിൽ കൈകാര്യം ചെയ്യുന്നുള്ളതാണ്. ഇല്ലെങ്കിൽ നമുക്കതിനെക്കുറിച്ച് ആലോചിക്കാം എന്താണെന്ന്.